ഇന്ന് നമുക്ക് ഒരു ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 4 മണിക്കൂർ മുമ്പ് 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടതാണ്. അത് നമുക്ക് മാരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകമോ പെരുംജീരകപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10ഓളം ചെറിയ ഉള്ളി അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് കപ്പിനാണോ അരി എടുത്തത് ആ കപ്പിൻ്റെ ആ അരിയുടെ എത്ര തന്നെ വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് നമ്മൾക്ക് ഒരു ചീനച്ചട്ടി, ഞാൻ ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പയിലേക്ക് വെച്ചു. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ച് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു വലിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. സവോളയൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ സവോള നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒത്തിരി ഗോൾഡൻ കളറൊന്നും ആകണ്ട. ആ സമയം അതിലേക്ക് ഞാൻ 2 ചെറിയ തക്കാളി അരിഞ്ഞത്, വലുതാണെങ്കിൽ 1 മതി. ഇപ്പം ഞാൻ ചെറുതായത് കാരണം 2 എടുത്തു. ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇത്രയും പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇറച്ചിപ്പത്തിരി. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയില്ല എങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. വളരെ ടേസ്റ്റാണ്. അതുപോലെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് മസാല വയ്ക്കുന്ന കാരണം നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ ഒരു 1/4 കപ്പോളം ഇറച്ചി, ഇത് വേവിച്ചെടുത്ത ഇറച്ചിയാണിത്. കോഴി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് ഉടച്ചെടുത്തതാണത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാലയൊക്കെ അതിൽ പിടിക്കുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ മസാലകളൊക്കെ അതിനകത്ത് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം നമുക്ക്.
നമ്മുടെ മസാലകളൊക്കെ അതിനകത്തേക്ക് ഇറച്ചിയിലേക്ക് ഏകദേശം പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മളുടെ മസാലകളെല്ലാം ഇറച്ചിയിൽ ഇപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ടൊമാറ്റോ സോസും ആ വിനാഗിരിയും എല്ലാം കൂടി ഒന്ന് അതിനകത്ത് പിടിക്കണം. അതിനായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അവസാനമായിട്ട് അതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളുടെ മസാലക്കൂട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആ മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് മല്ലിയില ചെല്ലുന്ന വിധത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾക്ക് അത് മാറ്റി വയ്ക്കാം. അത് ആറട്ടെ അവിടെ ഇരുന്നുണ്ട്. ആ സമയം നമുക്ക് നമ്മളുടെ പത്തിരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ തട്ട് ഒന്ന് തിരിച്ചിട്ട് ഈ പാത്രത്തിലാണ് ഞാൻ വയ്ക്കുന്നത്. ആ പാത്രത്തിൽ എണ്ണ നന്നായിട്ട് തൂത്തിട്ടുണ്ട്. ഇതിനകത്താണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ഒന്ന് തടവിയെടുക്കണം. അപ്പോൾ ആ പാത്രം ഒന്ന് ചൂടാകാൻ വേണ്ടി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം നമുക്കത് അരച്ചെടുക്കാനായിട്ട്. കണ്ടോ, നമ്മൾ അത്രയും വെള്ളം ഒഴിച്ച് അരച്ചപ്പോൾ ആ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ മാവിൻ്റെ പകുതിയോളം നമുക്ക് അതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പകുതിയായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് വേവട്ടെ. ഇപ്പോൾ അത് ഒന്ന് വെന്തിട്ടുണ്ട്. ഏകദേശം കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിൻ്റെ ഒരു പകുതി ഭാഗം ഒന്ന് ഇട്ട് കൊടുത്ത് ഇതുപോലെ നിരത്തി എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നിരത്തി എല്ലാ ഭാഗത്തും ചെല്ലുന്ന വിധത്തിൽ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ചെല്ലണം. എന്നാലേ നമുക്കത് കഴിക്കുമ്പോൾ നമുക്ക് ആ മസാലയായിട്ട് കിട്ടുകയുള്ളൂ. ആ ഇറച്ചിയുടെ മസാലയുടെ ടേസ്റ്റും അതുപോലെ നമ്മളുടെ ആ പത്തിരിയുടെ ടേസ്റ്റും എല്ലാം കൂടി ചേർത്ത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ. ഈ മസാല ഉള്ളിൽ വയ്ക്കുന്നത് കാരണം നമ്മൾക്ക് മസാലയുമായി പത്തിരിയുമായി വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആ പെരുംജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നിൽക്കുന്ന കാരണം ആ പത്തിരിക്ക് വളരെ ടേസ്റ്റാണ്. അതിൻ്റോടുകൂടി ഈ മസാലയും കൂടി ചേർക്കുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കണം മക്കളെ. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി തന്നെ നിങ്ങൾ നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങളെപ്പോഴും ഇതുണ്ടാക്കും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അങ്കിൾ ടോം ടേസ്റ്റ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം അതിനുശേഷം നമ്മൾക്ക് ആ ബാക്കിയുള്ള ആ മാവും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിഭാഗം ഓൾറെഡി അത് വെന്തിരിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ മസാല പിരിച്ചു.
അതിനുശേഷം ബാക്കിയുള്ള ആ മാവ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ബാക്കിയുള്ള ആ മസാലയും കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് നമുക്ക് നേരത്തെ പോലെ നിരത്താൻ പറ്റത്തില്ല. പക്ഷേ നേരത്തെ അത് വെന്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അത് വെന്തില്ല, വേകുന്നതിന് മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് എടുത്ത് സ്പൂൺ കൊണ്ട് നമുക്ക് നിരത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കൈ കൊണ്ട് തന്നെ ഒന്ന് എടുത്ത് എല്ലായിടത്തും വരുന്ന വിധത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ മസാലകൾ മുഴുവനും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തിൽ, കുറച്ചാണെങ്കിൽ എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തിൽ ഒന്ന് നിരത്തി നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുഴുവൻ മസാലയും ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. അത് ആ മാവിലേക്കൊന്ന് ചേർന്നിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി നമ്മൾക്കത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അത് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇറച്ചി പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഈർക്കിൽ കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. വെന്തിട്ടുണ്ട്. മുകളിലത്തെ മസാലയാണ് ഈർക്കിലെ പറ്റിയത്. നമ്മളുടെ പത്തിരി വെന്തിട്ടുണ്ട്, ഇറച്ചി പത്തിരി വെന്തിട്ടുണ്ട്. കുത്തുമ്പോൾ അതിനകത്ത് ആ മാവൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം അത് വെന്തിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ഇറച്ചി പത്തിരി മസാല റെഡിയായി. കണ്ടോ, വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മളുടെ ഇറച്ചി പത്തിരി മസാല റെഡി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്സായിട്ടോ ഒക്കെ കഴിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നമ്മളുടെ ഇറച്ചി പത്തിരി. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഒന്ന് കമത്തി നമുക്ക് അതൊന്ന് ഇങ്ങനെ കൊട്ടിക്കൊടുത്ത് ഒന്ന് കമത്തി, വേണമെങ്കിൽ കത്തി കൊണ്ട് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് അകത്തി കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് കമത്തിയെടുക്കാം. കണ്ടോ, നമ്മളുടെ ഇറച്ചി പത്തിരി വളരെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. 2 ലെയറായിട്ട് കേട്ടോ നമ്മളുടെ ഇറച്ചി പത്തിരി മസാല നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ നമ്മൾക്ക് ഉണ്ടോ, ഇത് സൈഡൊക്കെ ഇങ്ങനെ 2 ലെയറായിട്ടിരിക്കുന്നതാണ്. അടിയിൽ മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ